ശ്രീമദ് ഭാഗവതം ക്ലാസ് 73 നമ്മുടെ സ്കന്ധം 4 അനുഭാഗം സ്കന്ധം 4 15-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ഇതിൽ മനുവിൻ്റെ സാന്ത്വനവും യുദ്ധവിരാമവുമാണ്. കഴിഞ്ഞതിന് നമ്മൾ ധ്രുവൻ സഹോദരനെ വധിച്ചതുകൊണ്ട് ആകെ യക്ഷന്മാരുമെല്ലായിട്ട് ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയിൽ വിവരിച്ചു. അവർ മായയുടെ അടിസ്ഥാനത്തിൽ യക്ഷന്മാർ എന്ന് പറയുമ്പോൾ ചില ബലങ്ങളാണ്. അപ്പോൾ ആദ്യം സൃഷ്ടി നടക്കുന്ന സമയത്ത് പ്രപഞ്ചത്തിൽ ഈ ധ്രുവ നക്ഷത്രമെല്ലാം ഉണ്ടാകുമ്പോൾ ഉണ്ടായ ഗോളങ്ങളെല്ലാം പലപ്പോഴെടുത്ത് ഓടി നടക്കുന്നതിനെല്ലാം പിടിച്ചിട്ട് ഓരോ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുന്ന സാഹചര്യത്തിൽ പലഭേദ ഊർജങ്ങളെല്ലാം പുറത്തേക്ക് വരും. അവ ഏറ്റുമുട്ടും. പലതരം ബലങ്ങൾ അവിടെ പ്രേരക ശക്തികളെല്ലാം അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു അജ്ഞാതമായ ശക്തിവിശേഷമാണ് യക്ഷന്മാരെന്നല്ല. അതെല്ലാം സ്വാധീനിക്കുന്ന അദൃശ്യമായ ശക്തികളാണ്. അവരെല്ലാമായിട്ടാണ് ഈ ധ്രുവ നക്ഷത്രം ഏറ്റുമുട്ടുന്നത്. കാരണം ആ ഒരു പ്രപഞ്ചഘടന ഉണ്ടാകുന്ന സമയത്തുള്ള ഒരു പ്രത്യേക അവസ്ഥ വിവരിക്കുകയാണ്. പിന്നെ അതെന്താവും? ശാന്തമാണ്. എല്ലാം ഒരു സെറ്റപ്പിലായി കഴിഞ്ഞാൽ ശാന്തമാണ്. ആ ശാന്തമാകുന്നതാണ് ഇവിടെ മനുഷ്യൻ്റെ സാന്ത്വനവും യുദ്ധവിരാമവും എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഘടനയിൽ പ്രപഞ്ചമുണ്ടായി. അപ്പോൾ മനു ഇടപെട്ടിട്ടാണ് ശാന്തമാക്കുന്നത് എന്ന് പറഞ്ഞാൽ മനുവിൽ എന്ന ഒരു ബലത്തിലൂടെയാണ് ഈ സൃഷ്ടിക്രമെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. ആ ബലം സൃഷ്ടിക്ക് പിന്നിൽ ആദ്യം പ്രകടമായ ശക്തിയാണ് മനു എന്ന് പറയുന്നത്. അല്ലാതെ ഒരു വ്യക്തിയായിട്ടൊന്നും കാണരുത്. ഇതെല്ലാം ബലങ്ങളാണ്. ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ചില ബലങ്ങളാണ്. ആ ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് അപ്പോൾ ധ്രുവ നക്ഷത്രത്തെയെല്ലാം വേണ്ട സ്ഥലത്ത് ഇപ്പം ഭൂമിയുടെ ചുറ്റിലും ബുധൻ ശുക്രൻ ഇങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്തു. ധ്രുവ നക്ഷത്രമെല്ലാം വെച്ച് കഴിഞ്ഞ് ശാന്തമാകുമ്പോൾ മനു പറയുന്നത് ശാന്തമാകുക. അപ്പോൾ എല്ലാം ഒരു സിസ്റ്റത്തിലായി. അപ്പോഴും ധ്രുവനും ശാന്തമാകുന്നു. അതാണ് മനുവിൻ്റെ സാന്ത്വനം എന്നും മനു പറയുന്നിട്ട് ചെയ്യിപ്പിക്കുക. കാരണം മനുവാണല്ലോ നേതൃത്വം. അത്തരത്തിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി. അതോടുകൂടി യുദ്ധം തീർന്നു. ഇപ്പോൾ ഒന്നിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇനി ഒന്നിലെന്താണ് പറയുന്നത്? ഒന്നിൽ മൈത്രേയം പറയുകയാണ്. ആ സമയത്ത് എന്താണ് ഉണ്ടായത്? യക്ഷന്മാരുമായിട്ട് ഏറ്റുമുട്ടലെല്ലാം നടക്കുന്ന സമയത്ത് മുനിമാരെല്ലാം വന്നിട്ട് എന്ത് പറഞ്ഞു? വെറുതെ ഏറ്റുമുട്ടൽ ധ്രുവനെയെല്ലാം പല കാര്യങ്ങളും പറഞ്ഞ് ശാന്തമാക്കാൻ ശ്രമിച്ചു. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഒന്നിലും പറയുകയാണ് ധ്രുവൻ എന്തായി? ശാന്തമായിട്ട് തൻ്റെ ശരീരശുദ്ധി മനസ്സിനെയെല്ലാം ശുദ്ധമാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? നാരായണൻ്റെ അസ്ത്രമെടുത്ത് തൊടുത്തു വില്ലിൽ. നാരായണൻ്റെ അസ്ത്രം എന്ന് പറയുന്നത് കാലചക്രമാണ്. സൗരയൂഥ സൃഷ്ടി ഈ പ്രപഞ്ചഘടനയാണ്. ഈ പ്രപഞ്ചഘടനയാണ് കാലത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതാണ് നാരായണ. അപ്പോൾ അതിലുള്ള ഒരു സംഗതിയാണ് ഈ ധ്രുവ നക്ഷത്രവും. ഈ പ്രപഞ്ചഘടനയുടെ ഒരു ഭാഗമാണ്. അതിനൊരു പ്രത്യേക സ്ഥാനവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നാരായണ വസ്ത്രം എടുത്തു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചഘടനയിൽ അല്ലെങ്കിൽ ഈ കാലചക്രത്തിൽ അതിനും അതിൻ്റേതായ നിയന്ത്രിക്കാനുള്ള ശക്തി വിശേഷമുണ്ട്. അതിനാണ് ആയുധം എടുത്ത് എന്ന് പറയാം. അപ്പോൾ എന്തു പറ്റി? ഈ യക്ഷന്മാരെല്ലാം ശാന്തമായി. അപ്പോൾ ഇവൻ ആ വില്ലെടുത്തപ്പോൾ രണ്ടിൽ പറയുന്നു ആ യക്ഷന്മാരുണ്ടാക്കിയ മായയിലൂടെയാണ് അതെല്ലാം പ്രവർത്തിക്കുന്നത്. ആ മായയിൽ നമുക്കൊരു ജ്ഞാനം നേടുമ്പോൾ എന്ത് പറ്റും? നമ്മൾ അജ്ഞതയെല്ലാം ഇല്ലാതാവും. യഥാർത്ഥ ജ്ഞാനം നേടുമ്പോൾ അജ്ഞത അന്ധകാരമെല്ലാം നീങ്ങും. അതുപോലെ തന്നെ ഇവൻ ഈ അസ്ത്രം കയ്യിലെടുത്ത് ഒരു സിസ്റ്റം ഉണ്ടായപ്പോൾ ആ മായയാലുണ്ടാകുന്ന യക്ഷന്മാരെല്ലാം അപ്രത്യക്ഷരായി. ആ ഫലങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതായി. പ്രപഞ്ചം ശാന്തമാണ്. അപ്പോൾ അവൻ ആ അസ്ത്രം തൊടുത്തപ്പോൾ മൂന്നിലെന്ത് പറയാണ്? ശരങ്ങൾ കുതിച്ചു പാടു. ഏതുപോലെ? അരയന്ന ചിറകോടുകൂടിയ അത്രയും അരയന്നത്തിൻ്റെ മാതിരിയുള്ള ചിറകോടുകൂടിയ അസ്ത്രങ്ങൾ
മയിലുകൾ ശബ്ദം ഉണ്ടാക്കിയിട്ട് കാട്ടിലേക്ക് പോകുന്നത് പോലെ ഇതെല്ലാം ശത്രുവിൻ്റെ നേരേക്ക് പാഞ്ഞു. ആ യക്ഷന്മാരെയെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യക്ഷന്മാരെല്ലാം അറിഞ്ഞെങ്കിലും ഇവൻ ആ ശരം പിന്നെയും തൊടുത്തപ്പോൾ എന്തു പറ്റി? ആ ശരം കുതിച്ച് വന്നപ്പോൾ ഇവർ പിന്നെ ആദ്യം പുറത്തേക്ക് ചാടി വന്നു. ഏതുപോലെ ഈ ശരങ്ങൾ അവരെ മൂട് തലങ്ങും വിലങ്ങും വന്ന് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരിൽ നിന്ന് വന്ന ആ ശരം വന്നപ്പോൾ യക്ഷന്മാർ ഏതുപോലെയായി? സർപ്പം ദേഷ്യം കൊണ്ട് ഗരുഡൻ്റെ പിന്നാലെ കൊത്താൻ നടക്കുന്നത് പോലെ ആ ശരങ്ങ് ഇവരെന്ത് ചെയ്തു? യക്ഷന്മാരെ ധ്രുവന്റെ നേരെ ചീറിക്കൊണ്ട് വന്നു. എൻ്റെ അച്ഛന് പറയുന്നു, അങ്ങനെ വന്ന അവരെ യക്ഷന്മാരെയെല്ലാം ഈ ശരങ്ങൾ എന്ത് ചെയ്ത് കയ്യും തലയും എല്ലാം മുറിച്ചിട്ട് ചിഹ്ന ഭിന്നമാക്കിയിട്ട് അവരെയെല്ലാം ഊർധ്വലോകത്തിലേക്ക് അങ്ങ് പറഞ്ഞയച്ചു എന്ന് പറയുകയാണ്. ഇവരെല്ലാം ഇല്ലാതാക്കി എന്ന് പറയുകയാണ്. അപ്പോൾ അപ്പോഴും ധ്രുവന്റെ ക്രോധം തീർന്നിട്ടില്ല. നമ്മൾ ശാന്തമാക്കി എന്ന് പറയുമ്പോൾ ഇനി ശാന്തമാകാൻ ആര് വരണം? മനു വരണം. അപ്പോൾ ആ ഘട്ടം എത്തിയില്ല. ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് അങ്ങനെ 6 പറയുകയാണ്, അങ്ങനെ ധ്രുവൻ അവരെയെല്ലാം യക്ഷന്മാരെയെല്ലാം നിരപരാധികളായ യക്ഷന്മാർ ബാക്കിയുള്ളവരെ എല്ലാം കൂടിയിട്ട് കൊല്ലുന്ന കണ്ടപ്പോൾ, നശിപ്പിക്കുന്ന കണ്ടപ്പോൾ സ്വയംഭൂ മനുവാണല്ലോ ആര്? ഇവരുടെ എല്ലാം മുത്തച്ഛൻ. മുനിമാരോടുകൂടി ചേർന്ന് ഇങ്ങോട്ട് വന്നു. ആ നിരപരാധികളായ യക്ഷന്മാരെയെല്ലാം കൊല്ലുന്ന കണ്ടിട്ട് മുനിയന്മാരോടുകൂടി ആദ്യേ ആ സ്വയംഭൂ മനു തന്നെ ഇവിടേക്ക് വന്നു. അവൻ്റെ അടുത്തേക്ക്, ധ്രുവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ധ്രുവനോട് പറയുകയാണ്, നിന്റെ ഉഗ്രകോപം കൊണ്ട്, നിനക്ക് കോപം കൊണ്ടാണ് നീ ഇത് ചെയ്യുന്നത്. എന്ത് ചെയ്യാണ്? ഉഗ്രകോപം കൊണ്ട് പാപപങ്കിലമായ പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത്. നരകത്തിലേക്ക്, ലോകത്തെ തന്നെ നരകമാക്കി മാറ്റുന്ന ഒരു കർമ്മമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതി, ഇനി ഇത് നിർത്ത്. കാരണം എനിക്ക് ഇതെല്ലാം സംഭവിക്കുന്നത് കൊണ്ടാണ്, കോപം കൊണ്ടാണ്. നിരപരാധികളായ ഈ യക്ഷന്മാരെയെല്ലാണ് നീ കൊന്നൊടുക്കിയത്. അവരെല്ലാം ഒന്നും ചെയ്തിട്ടില്ല. അവർ നിരപരാധികളാണ്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നതെല്ലാം എന്താണ്? പ്രകൃതി ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. നമുക്കറിയാമല്ലോ, ഒരു രാസവസ്തു 2 രാസവസ്തുക്കൾ ചേർക്കുമ്പോൾ പുതിയ വസ്തു ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് തീ പുറത്തേക്ക് വരും. ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്ന് വരും. മനുഷ്യരുടെ മുഖമെല്ലാം കരിഞ്ഞെന്ന് വരും. അത് ആ ഒരു ശാസ്ത്ര പ്രതിഭാസമാണ്. അത് നടക്കണ്ട. അത് ചേരുമ്പോൾ അതിൻ്റെ അകത്ത് അധികം വരുന്ന ഊർജ്ജം പുറത്തേക്ക് വന്നേ പറ്റൂ. അവിടെ കൊണ്ട് മുഖം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുഖം പോകുള്ളൂ. അത് പിന്നെ അതിനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം ചില സൃഷ്ടി സമയങ്ങളിൽ ഇതെല്ലാം നടക്കും. നമ്മൾ അടുപ്പത്ത് പാചകം ചെയ്യുമ്പോൾ ആ ചൂട് കൊണ്ട് മുഖമെല്ലാം ഒരു മാതിരിയാകുന്നില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് ശത്രുവായിട്ട് അതിനോടല്ല, അതുകൊണ്ട് അടുപ്പ് കെടുത്താൻ പറ്റുമോ? എൻ്റെ മുഖമെല്ലാം കരിക്കുന്ന ചൂട് കൊണ്ട് എന്നെ വേർപ്പിക്കുന്ന ഇത് പിന്നെ നിന്നെ ശരിയാക്കി തരാൻ വേണ്ടി അടുപ്പ് നമ്മൾ വെള്ളം ഒഴിച്ച് കെടുത്ത് കളയും. ഇല്ല, അതെല്ലാം അതിൻ്റെ ഭാഗമാണ്. ആ തരത്തിൽ സൃഷ്ടി അടക്കുമ്പോൾ സൃഷ്ടിയോടൊപ്പം ചിലത് സംഭരിക്കുകയും ചെയ്യും. ഉദാഹരണം, ഒരു മേശ ഉണ്ടാക്കണമെങ്കിൽ മരത്തെ നശിപ്പിച്ചേ പറ്റൂ. ഇതെല്ലാം അടിസ്ഥാന തത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഈ വിദ്വേഷം വെച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ഇനി ഉപദേശിക്കാൻ പോകുന്നത്. എന്നിട്ട് പറയുകയാണ്, കുറ്റം ചെയ്യാത്ത ഈ യാദവരെ, ഇവരെയെല്ലാം നീ വംശത്തോടെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് എന്നത് നിന്റെ വംശത്തിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ്. നിന്റെ വംശത്തിന് യോജിച്ച പ്രവൃത്തിയല്ല. ഈ നിരപരാധികളെല്ലാം നീ കൊന്നൊടുക്കുന്നത് സജ്ജനങ്ങൾ നിന്ദിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. നീ നിന്റെ ദേഷ്യം കൊണ്ട് ഈ യക്ഷന്മാരെ എല്ലാം കൊന്നൊടുക്കുക എന്ന് പറഞ്ഞാൽ, യക്ഷന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരാവശ്യത്തിന് വേണ്ടിയാണ്. അവർക്ക് അവരുടേതായ ധർമ്മങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിന് എല്ലാത്തിനും ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്നും വേണ്ടതായിട്ടില്ല. നമ്മൾ കളയുന്ന വസ്തു വേറൊരു ചെടിക്കെന്താണ് വളമായിട്ടാണ് മാറുന്നത്.
നമ്മൾ കളയുന്നതാണ്. പക്ഷേ വേറൊന്നിനെ അത് ജീവൻ നിലനിർത്തുന്ന വസ്തുവാണ്. അപ്പം പ്രപഞ്ചത്തിൽ ഒന്നും വേണ്ടാത്തതായിട്ടില്ല. എല്ലാം ഓരോ ലക്ഷ്യത്തോടു കൂടിയാണ് യക്ഷന്മാരും പലതരം ബലങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതെല്ലാം ആവശ്യം തന്നെയാണ്. അതൊന്നും ഇല്ലെങ്കിൽ ലോകം നിലനിൽക്കില്ല. അപ്പോൾ എല്ലാത്തിനെയും ഓരോ ആവശ്യം വെച്ചിട്ടാണ് ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നല്ലയുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പാപമുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ റോക്കറ്റ് വിടുമ്പോൾ റിയാക്ഷനാണ്. ആ റിയാക്ഷൻ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങ് മുകളിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ ആക്ഷനും ആവശ്യമുണ്ട്, ചില സമയത്ത് റിയാക്ഷനും ആവശ്യമുണ്ട്. അപ്പോൾ ഈ തത്വമൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ധ്രുവൻ എന്ത് പറ്റുന്നത്. ധ്രുവൻ വെറും ഭൗതികവാദിയാണ്. അവന് കോപേനം കൊണ്ട് നടക്കുകയാണ്. ആത്മീയവാദിയാണെങ്കിൽ കോപിക്കേണ്ട ഒരു കാര്യമില്ല. ഇതെല്ലാം പ്രപഞ്ചത്തിലെ ആ ശക്തിയുടെ ലീലാവികലാസമാണ്. അതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് നീ ചെയ്യുന്നത് നല്ല ആൾക്കാർ, ജ്ഞാനമുള്ളവരെല്ലാം നിന്നെ നിന്ദിക്കും. അതുമാത്രമല്ല നിന്റെ വംശത്തിന് തന്നെ അത് അപകീർത്തികരമാണ്. എന്നിട്ട് 9 പറയാണ്, പ്രിയപുത്ര, ഏതോ ഒരുവന്റെ തെറ്റുകൊണ്ടാണ് നിന്റെ സഹോദരൻ മരിച്ചത്. ശരി, ഒരുത്തൻ്റെ തെറ്റുകൊണ്ട്, ഒരു യക്ഷന്റെ തെറ്റുകൊണ്ട് നിന്റെ സഹോദരൻ മരിച്ചു. പക്ഷെ നീ എന്താണ് ചെയ്തത്? എത്രയോ ആൾക്കാരെ കൊന്നു. ഒരുത്തൻ ചെയ്തതിന് എല്ലാവരെയും കൊല്ലുന്ന ഒരു പരിപാടിയാണ് നീ ചെയ്തിരിക്കുന്നത്. നീ എത്ര പേരെയാണ് കൊന്നത്? അവന് ഒരുത്തൻ ഒരാളെയും കൊന്നിട്ടുള്ളൂ. നീ അതിന് പകരം ആ സഹോദര സ്നേഹം കൊണ്ട് ഉള്ളാളെ മുഴുവൻ, ആ വംശത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ്. എന്നിട്ട് 10 പറയുകയാണ്, തൻ സ്വരൂപത്തെ തെറ്റായി ധരിച്ചിട്ട് നീ നിന്റെ സ്വരൂപത്തെ തെറ്റായി ധരിച്ചിട്ട്. അപ്പം നീ എന്നത് നിന്റെ ഈ ശരീരമാണെന്ന് നീ ധരിച്ചിരിക്കുകയാണ്. കാരണം ഇവൻ ഭൗതികവതിയാണ്. നീ ശരീരമാണെന്ന് തെറ്റായി ധരിച്ചു. പക്ഷെ നീ ഇതല്ല, നിന്റെ ശരീരമല്ല നീ. നിന്റെ ഉള്ളിലുള്ള ആത്മാവാണ് നീ. ആ ആത്മാവ് തന്നെയാണ് എല്ലാവരുടെയും ഉള്ളിലുമുള്ള ആത്മാവ്. അത് ബ്രഹ്മമാണ്. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മത്തെ നീ മറ്റവനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തെയാണ് നീ കാണുന്നത്. ആ ശരീരമല്ല അവൻ്റെ ഉള്ളിലുള്ളത് ആ ബ്രഹ്മം. നിന്നിലും അവനിലുമുള്ള ആ ബ്രഹ്മമാണ്. അപ്പം തൻ സ്വരൂപത്തെ തെറ്റായി ധരിച്ച് മൃഗത്തെ പോലെ, മൃഗങ്ങൾക്ക് ഇത് തിരിച്ചറിയാനുള്ള കഴിവില്ല. അതുകൊണ്ട് മൃഗങ്ങൾ പ്രാണിഹത്യ നടത്തുന്നത് പോലെ ഈശ്വരനെ ജീവിക്കുന്ന ജീവികൾ ഇത്തരം മാർഗം സ്വീകരിക്കില്ല. ഈശ്വരനെ മനസ്സിലാക്കിയ, എന്താണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കിയ വ്യക്തികൾക്ക് എന്നിലുള്ള ആ ഈശ്വരൻ, ഞാൻ ആ ഈശ്വരനാണ്, എന്നിലുള്ള ആ ശക്തിവിശേഷമാണ് ഞാൻ, ആ ശക്തിവിശേഷം ഈശ്വരനാണ്. അതേ ശക്തിവിശേഷമാണ് മറ്റവനിലുള്ളത്, യക്ഷനിലുള്ളത്. അതും അവൻ്റെ ശരീരമല്ല, അതിലുള്ള ആത്മാവ് എന്ന സംഗതി ഞാൻ തന്നെയാണ്. അപ്പം എന്നിലും അവനിലും എല്ലാം ഈശ്വരനെ വിശ്വസിക്കുന്നവർ, ആത്മീയവാദികളുണ്ട്. ആത്മീയവാദിയാണെങ്കിൽ ഈശ്വരനെ വിശ്വസിക്കുന്നവരിൽ എന്നിലും, ഹിന്ദുവിലും, മുസ്ലിമിലും, ക്രിസ്ത്യാനിയിലും, ബ്രാഹ്മണനും, ക്ഷത്രിയനും, വൈശ്യരിലും, ശൂദ്രനും, പട്ടിയിലും, പൂച്ചയിലും, കല്ലിലും, മണ്ണിലും എല്ലാം ബ്രഹ്മത്തെ ദർശിക്കാൻ പാടുള്ളൂ. ഒരൊറ്റ ഈശ്വരനെ ദർശിക്കാൻ പാടുള്ളൂ. അതാണ് ആത്മീയത, ഭാരതീയ സനാതന ധർമ്മം. അത് ഉൾക്കൊള്ളാതെ ഞാൻ ഈശ്വരനെ വിശ്വസിയാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഈശ്വരനെ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ മാർഗം ഇതല്ല. എന്നിട്ട് 12 പറയുകയാണ്, സർവശരീരങ്ങളുടെയും ഉള്ളിലുള്ള ആ ശ്രീഹരിയെ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ഉള്ളിലുള്ളത് ആ ശ്രീഹരി തന്നെയാണ്. ഈ ശരീരമല്ല ഞാൻ, അതിലുള്ള ആ ശ്രീഹരിയാണ് ഞാൻ. അതായിട്ട് തിരിച്ചറിയണം. അങ്ങനെ വരുമ്പോൾ സമസ്ത ചരാചരങ്ങളെയും ആ വിഷ്ണുവിൻ്റെ രൂപമായി മനസ്സിലാക്കിയ നീ ആ ബ്രഹ്മപദം പ്രാപിച്ചവനാണ്. ആ മഹാവിഷ്ണുവിൻ്റെ പരമപദം പ്രാപിച്ചവനാണ് നീ.
കാരണം ധ്രുവൻ ആദ്യം തന്നെ ആ ദർശനം ലഭിച്ചിട്ടുണ്ട്, ആ പരമപദം പ്രാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് തിരിച്ചറിഞ്ഞിട്ടില്ല. എന്ത് തിരിച്ചറിഞ്ഞിട്ടില്ല? ഈ കാണുന്ന ചരാചരങ്ങളിലെല്ലാം ഉള്ളിലുള്ളത് ആ ശക്തിവിശേഷമാണ്. ആ ശക്തിവിശേഷത്തെ അതുകൊണ്ട് എല്ലാ ചരാചരങ്ങളിലെയും ചരാചരങ്ങളുമായി ആ വിഷ്ണുവിനെ, മഹാവിഷ്ണുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കാണുന്ന എല്ലാ ചരാചരങ്ങളിലും ഉള്ള ആ മഹാവിഷ്ണുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ പദം കൂകിയ നീ, ആ പദം പണ്ട് തന്നെ നീ പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നീ ഈ ഇത്രയും മോശമായ ഈ ഹീനകർമ്മം നീ എങ്ങനെ ആചരിച്ചു? കാരണം എനിക്ക് ആ ബ്രഹ്മത്തെ നേരിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിനും ഉള്ളിലുള്ളത് അതാണെന്ന് എനിക്കറിയാം. എല്ലാറ്റിലും ഉള്ളത് ആ സത്യം ഇതുവരെ പിടികിട്ടിയില്ല അവനെ. അങ്ങനെ ബ്രഹ്മത്തെ കണ്ടു. ബ്രഹ്മമല്ല, ആ ശ്രീഹരിയെ കണ്ടു, ആ മഹാവിഷ്ണുവിനെ കണ്ടു. എന്നിട്ട് അത് പ്രാപിച്ചത് യഥാർത്ഥത്തിൽ നീ ആ ബ്രഹ്മസാക്ഷാത്കാരം മറ്റുള്ള ഋഷികൾക്ക് പോലും സാധിക്കാതെ എനിക്ക് സാധിച്ചു. ശരി, എന്നിട്ടും അത് പ്രാപിച്ച നിനക്ക് എങ്ങനെ മറ്റുള്ളവരെയെല്ലാം മറ്റേ യക്ഷന്മാരെല്ലാം വേറെ എന്തോ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത്രയും നീചമായ കർമ്മം ചെയ്യാൻ എനിക്ക് എങ്ങനെയാണ് പറ്റിയത്? അതുകൊണ്ട് 13 പറയുന്നു, വലിയവരിൽ. അപ്പം വലിയവരെന്ന് നിനക്ക് വല്ലവരെയും തോന്നുന്നുണ്ടെങ്കിൽ അവരിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ഷമ ഗുണമുണ്ടാകണം. അതിനെ ക്ഷമിക്കുവാനുള്ള, വലിയവരാണെങ്കിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് ബ്രഹ്മം തന്നെയാണ്, എന്നിട്ട് ക്ഷമിക്കാൻ പറ്റണം. ചെറിയവരെന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ കാരുണ്യത്തോടു കൂടി സമീപിക്കണം, അവരെ മാപ്പ് കൊടുക്കണം, ആ ഒന്നും കാര്യത്തിലെടുക്കേണ്ട, അവൻ്റെ വിവരക്കാട് കൊണ്ടാണ്. അങ്ങനെയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്നെക്കാട്ടി വലുവനായിട്ട് അവനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ശക്തിയാണ് അവനായി വന്നിരിക്കുന്നത് എന്തോ കർമ്മം ചെയ്യാൻ വേണ്ടി. ചെറിയവരായിട്ടുണ്ടെങ്കിൽ അവർ ആ ഗുണങ്ങൾ കുറച്ച് കുറയും. അപ്പോൾ അത് നമ്മൾ കാരുണ്യത്തോട് കാണണം. ഒരേ സമന്മാരാണെങ്കിൽ സമഭാവത്തോടു കൂടി വീക്ഷിക്കണം. ഇങ്ങനെ എല്ലാറ്റിലും ആ ഒരു ഭാവത്തോടു കൂടി എല്ലാറ്റിലും ആ ബ്രഹ്മത്തെ കണ്ടുകൊണ്ട് വേണം നീ എന്ത് ചെയ്യണം? ആ സർവേശ്വരനെ ആ ഒരു ശൈലിയിൽ പോയിക്കൊണ്ട് വേണം നീ എന്ത് ചെയ്യാൻ? ആ സർവേശ്വരനെ പ്രാപിക്കുവാൻ. എന്നിട്ട് 14 പറയുന്നു, അങ്ങനെ നീ പ്രവർത്തിച്ച ഈ തരത്തിൽ മുകളിലുള്ളവരെ എന്ത് ചെയ്യണം? ക്ഷമയോടുകൂടിയും അവരുടെ തെറ്റുകളൊന്നും അല്ല അത് കണ്ടില്ല എന്ന് വെച്ചങ്ങ് വിട്ടേക്കുക. ചെറിയവരുടെ കാരുണ്യത്തോടു കൂടി സമീപിക്കുക. സമന്മാരായിട്ടും അല്ല, ആ തരത്തിൽ നീ എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണാൻ ശ്രമിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ആ സർവേശ്വരൻ സംപ്രീതനാവുമ്പോൾ ആ സർവേശ്വരന് തോന്നി, ആ ഇവൻ കൊള്ളാം, ഇവനിനി ബ്രഹ്മസാക്ഷാത്കാരം കൊടുത്തു കളയാം, അവനെല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. അങ്ങനെ സംപ്രീതനാകുമ്പോൾ നിന്നിലുള്ള എന്തുണ്ടാകും? നിന്നിലുള്ള പ്രാകൃത ഗുണങ്ങളെല്ലാം നശിക്കും. പ്രാകൃത ഗുണങ്ങൾ എന്താണ്? നിനക്ക് സ്വയം തോന്നുവാൻ ആ സുന്ദരനാണ്, അവൻ വിരൂപനാണ്, അവൻ അന്യനാണ് എന്നെല്ലാമുള്ള ആ ഒരു പ്രാകൃത ഗുണങ്ങളുണ്ടല്ലോ. നമ്മൾ ഓരോ ഗുണം വെച്ചിട്ടുണ്ട്, അവൻ വലിയവൻ, ഇവൻ ചെറിയവൻ, ഇങ്ങനെയെല്ലാം ഓരോ ഗുണം തരംതിരിച്ചു വരുന്നു. അതെല്ലാം ഇല്ലാതെയാണ്. എല്ലാത്തിലും പിന്നെ ബ്രഹ്മത്തെ ദർശിക്കുകയുള്ളൂ. പിന്നെ നിന്റെ ലിംഗ ശരീര സ്വഭാവങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് നീ എന്ത് ചെയ്യും? ബ്രഹ്മസാക്ഷാത്കാരം നേടും. എന്നിട്ട് പറയുകയാണ് 15 പറയുകയാണ്, പഞ്ചഭൂതങ്ങളാൽ ഈ ശരീരം നിർമ്മിച്ചുകൊണ്ട് എന്തെല്ലാം ശരീരം നിർമ്മിച്ചു? സ്ത്രീ പുരുഷൻ ദ്വയമായിട്ട് സൃഷ്ടികൾ നടത്തിയിട്ട് സ്ത്രീ പുരുഷന്മാരുടെ ഇടചേരലിലൂടെ എന്തുണ്ടായി? സ്ത്രീകളും പുരുഷന്മാരുമായ കുറേ പ്രജകളെ സൃഷ്ടിച്ചു. അങ്ങനെയാണ് ഈ സ്ത്രീ പുരുഷ വർഗങ്ങളെല്ലാം ഈ ഭൂമിയിൽ പെരുകിയത്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് സ്ത്രീയും പുരുഷനുമായി രണ്ടായി ദ്വയമായിട്ട് സൃഷ്ടിച്ച്
അവയുടെ ഇണചേരലിലൂടെയാണ് പുരുഷനും സ്ത്രീവർഗങ്ങൾ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഇവിടെ മുഴുവൻ നിറഞ്ഞത്. എന്നിട്ട് എന്ത് പറയുന്നു? ഇതെല്ലാം തന്നെ ആ പരമേശ്വരൻ്റെ മായയാൽ സംഭവിച്ചതാണ്. മായയിലൂടെ എന്തുണ്ടാക്കിയിട്ടുണ്ട്? കുറേ ഗുണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ആ ഗുണങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? സത്വാദി ഗുണങ്ങളിലൂടെയാണ് ഈ സൃഷ്ടിക്രമമെല്ലാം ഉണ്ടായത്. സത്വ രജോ തമോ ഗുണത്തിലൂടെ, അതായത് ന്യൂട്ടൻ്റെ 3 ലോസ്. ആ ലോസിലൂടെയാണ്, സത്വഗുണങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയെല്ലാം ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നു? ആ ശ്രീഹരി ഈ ലോകത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. ആവശ്യം കഴിയുമ്പോൾ സംഹരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് 17 എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ, അതേ ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ച ആ ഈശ്വരനാകട്ടെ ഒരു ഗുണവുമില്ലാത്തവനാണ്. അവനൊരു ഗുണവുമില്ല. ഈശ്വരൻ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഓരോ ഗുണങ്ങൾ ഉണ്ടാക്കി എന്നല്ലാതെ അതിന് ഒരു ഗുണവുമില്ല. എന്നിട്ട് ആ ശക്തി, ഒരു ഗുണവുമില്ലാത്ത ശക്തി ആ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു നിമിത്തം കണക്കെ അതിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു നിമിത്തം പോലെ അതിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ശരീരത്തിൻ്റെ ഉള്ളിലത് സ്ഥിതി ചെയ്തുകൊണ്ട് എന്ത് പറ്റുന്നുണ്ട്? മായയിൽ അകപ്പെട്ടുകൊണ്ട് കാര്യകാരണങ്ങൾ കൊണ്ടുണ്ടായ ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രപഞ്ചമുണ്ടാകുന്നതിന് കാര്യകാരണമുണ്ട്. പക്ഷേ ആ കാര്യകാരണവുമായിട്ട് ആ ബ്രഹ്മത്തിന് ഉള്ളിൽ കിടക്കുന്ന ആ ശക്തിക്ക് ഒരു ബന്ധവുമില്ല. അങ്ങനെ കാര്യകാരണങ്ങൾ സഹിതമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഇരുമ്പിനെ കാണുമ്പോൾ, കാന്തം കാണുമ്പോൾ ഇരുമ്പ് അതിൻ്റെ ഇടക്ക് കറങ്ങി നടക്കുന്നത് പോലെ ഈ പ്രപഞ്ചവും ആകർഷണ പരിധിയിൽ പെട്ടുകൊണ്ട്, കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഈ സൗരയൂഥ സിസ്റ്റത്തിൻ്റെ ഇടക്ക് ചലനാത്മകമായിട്ട് ഈ വസ്തുക്കളെല്ലാം ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഈ ശക്തി വിശേഷം ഇതൊന്നും അറിയാത്ത പോലെ ഒരു നിമിത്തം കണക്കെ, ഒരു സാക്ഷി കണക്കെ അതിൻ്റെ അകത്ത് നിൽക്കുന്നുമുണ്ട്. എന്നിട്ട് 18 പറയുകയാണ്, ഈ സർവേശ്വരൻ, ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷം കാലമാകുന്ന ശക്തിയാണ് ക്രമീകരിച്ച. ഇവിടെ നടക്കുന്ന സംഭവവികാസങ്ങളെയെല്ലാം കാലവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത്. കാലം എന്ന് പറയുന്നത് സൗരയൂഥ സിസ്റ്റം തന്നെയാണ്. ആ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണ്, ഇവിടുത്തെ ആ കാലശക്തിയുടെ അനുസരിച്ചാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് എങ്ങനെ ഗുണങ്ങളിലൂടെ വേർതിരിച്ചിട്ട് എല്ലാ വസ്തുക്കളെയും പല ഗുണങ്ങൾ നൽകിക്കൊണ്ട്, എനിക്കിൻ്റേതായ ഗുണം നൽകി, വേറൊരാൾക്ക് വേറേതായ ഗുണങ്ങൾ നൽകി, പലതിനും പലതായിട്ട്, പട്ടിയായിട്ടും പൂച്ചയായിട്ടും കല്ലായിട്ടും എല്ലാം പല ഗുണങ്ങൾ നൽകിക്കൊണ്ട്, എന്നിട്ട് ഈ സൃഷ്ടിയുടെ വിഷയത്തിലെല്ലാം കാലമാകുന്ന ശക്തിയിലൂടെ ആക്ട് ചെയ്തുകൊണ്ട്, ഇതിൻ്റെയെല്ലാം കർത്താവായി നിന്നുകൊണ്ട്, ആ ശക്തി തന്നെയാണ് ഇതിൻ്റെയെല്ലാം കർത്താവ്. അത് കർത്താവായി നിന്നുകൊണ്ട് പല വിഷയങ്ങളായി തിരിച്ചിട്ട് കാലമാകുന്ന ചക്രത്തിലൂടെ അവനെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവൻ്റെ എല്ലാം കർത്താവായി നിന്നുകൊണ്ട് ഇവയെല്ലാം സൃഷ്ടിക്കുകയും ഹന്താവായി നിന്നുകൊണ്ട് ഇവയെല്ലാം ആവശ്യം കഴിയുമ്പോൾ സംഹരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ കാലശക്തിയിലൂടെ ഈശ്വരൻ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തികളെ തിരിച്ചറിയുക നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്. ആ ശക്തിവിശേഷം ഇതെല്ലാം ചെയ്യുന്നത് ആ ഒരൊറ്റ ശക്തിവിശേഷമാണ്. പക്ഷേ അത് നമ്മുടെ ചിന്തകളിലൂടെ തിരിച്ചറിയുക വളരെ പ്രയാസമാണ്. അത് അത്ര എളുപ്പമല്ല, നടക്കില്ല. എന്നിട്ട് 19 പറയുകയാണ്, ആ സർവേശ്വരൻ എന്താണ് ചെയ്യുന്നത്? കാലശക്തിക്കനുസരിച്ച് ഓരോ കാലഘട്ടത്തിൽ ജനത്തെ കൊണ്ട് തന്നെ നിർമ്മിച്ചു.
ജനത്തെ ജനം കൊടുത്തേക്കൊണ്ട് തന്നെ അച്ഛനമ്മമാരെ കൊണ്ട്, ജനം തന്നെ നമ്മളാണെങ്കിൽ നമ്മളെ അച്ഛനമ്മമാരെ കൊണ്ട്, അതും ജനം തന്നെയാണ്. അച്ഛനമ്മമാരെ കൊണ്ട് ജനിപ്പിച്ച് കാലത്തിനനുസരിച്ച് ഓരോ കാലത്തിൽ ഓരോ കർമ്മം ചെയ്യാൻ വേണ്ട കുട്ടികളെ ആവശ്യമുണ്ടെങ്കിൽ യോജിച്ച അച്ഛനെയും അമ്മനെയും കണ്ടെത്തിയിട്ട് അവരെ യോജിപ്പിച്ചിട്ട് കുട്ടികളെ ഉണ്ടാക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള സൃഷ്ടിക്കൂടെ കാരണമായിട്ട് വസിക്കുന്നു. അപ്പം ഈ സൃഷ്ടി നമ്മളെല്ലാം സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ അനുയോജ്യമായ അച്ഛനമ്മമാരെ തമ്മിൽ യോജിപ്പിച്ചിട്ട് കുട്ടികളെ ഉണ്ടാക്കുന്നു. ഏത് കാലമാകുന്ന ശക്തിയുടെ പിന്നിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്ക് കാരണമായി വർത്തിക്കുന്നു. അപ്പം നമ്മളെ സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ള കാരണമായി വർത്തിക്കുന്നത് ആ ശക്തി തന്നെയാണ്. എന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ നമ്മളെന്താണ് ചെയ്യണം? തട്ടണം. അപ്പോൾ നാശകനെ നാശഹേതുവാൻ സംഹരിക്കുന്നവനായി. അപ്പോൾ നിന്റെ സഹോദരനെ കൊന്നത് ആ കക്ഷിയാണെങ്കിൽ, ആര്? ഒരു യക്ഷനാണെങ്കിൽ ആ യക്ഷനായിട്ട് ഒരാളെ കൊണ്ട് നിന്റെ സഹോദരനെ ഇല്ലാതാക്കിയതും ആര് തന്നെയാണ്? ഈ ശക്തി തന്നെയാണ്. അതാണ് സംഹാരകർത്താവും ഇരുന്നു കൊണ്ട്. അപ്പൊ സൃഷ്ടികർത്താവും ഒരാളെ സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിലും അത് തന്നെയാണ്. ആവശ്യം കഴിയുമ്പോൾ വേറെ വല്ലവരെ കൊണ്ടും ഇല്ലാതാക്കുന്നതും അത് തന്നെയാണ്. എന്നിട്ടോ എന്നാൽ അവനെന്താണ്? ആദ്യവുമില്ല അറ്റവുമില്ല, അന്തരഹിതനാണ്. അവന് തുടക്കമില്ല അവസാനമൊന്നുമില്ല. അവനങ്ങനെ സ്ഥായിയായിട്ട് ഇരിക്കുന്നവനാണ്. അതേ സമയത്താണ് അനേക ശക്തിവിശേഷമുള്ള ശക്തികളെ കൊണ്ട് സമ്പൂർണനുമാണ്. എന്തെല്ലാം ചെയ്യണോ അതിനുള്ള ശക്തിയെല്ലാം അതിന് ഉണ്ട് തന്നെ. അതിന് അറ്റുമില്ല. എത്ര ശക്തി കൊണ്ടിക്കലും അതിന് എന്ത് ചെയ്യാനുള്ള ശക്തി അതിനുണ്ട്. അത്രയും ശക്തി കൊണ്ടുള്ള എത്ര ശക്തി വേണമോ അതുകൊണ്ട് സമ്പന്നമാണ് ആ ശക്തി വിശേഷം. അതങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ പ്രപഞ്ചം മുഴുവൻ വർത്തിക്കുന്നു. എൻ്റെ 20 പറയുന്നു, ഈ ജീവരാശികളിൽ സമനിലയിൽ അത് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാ ജീവികളിലും അത് സമനിലയിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. പട്ടിയിലും പൂച്ചയിലും എന്നിലും മറ്റിലും ശത്രുവിലും എല്ലാം അത് സമനിലയിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. എന്നിട്ടെന്തില്ല? അതിനൊരു സ്വജനപക്ഷപാതവുമില്ല. അത് ഒന്നിൻ്റെ അകത്തിരുന്നു കൊണ്ട് പരസ്പരം തല്ലിക്കുന്നൊന്നുമില്ല. നമ്മൾ ചിലതിലെല്ലാം കാണുന്നുണ്ട്, ദൈവങ്ങളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഒരു ദൈവം വന്നിട്ട് തൻ്റെ ആൾക്കാരെ പിടിച്ചിട്ട് പറയും മറ്റവനെ പൊട്ടണം. അപ്പം അത് തന്നെ സൃഷ്ടിക്കുന്നതിൽ ഒരു വിഭാഗത്തിൻ്റെ പക്ഷം പിടിക്കും, എന്നിട്ട് മറ്റേ വിഭാഗത്തെ തട്ടും. ഇപ്പം ഇവിടെ എന്താണ് പറയുന്നത്? ഇതിന് അങ്ങനത്തെ ഒരു ലക്ഷ്യമില്ല. അത് എല്ലാ ജീവജാലങ്ങളിലും ഒരേ ഭാവത്തിൽ ഇരുന്നിട്ട് അനന്തില്ല. സ്വജന പക്ഷപാതങ്ങളൊന്നും അതിനില്ല. ഇതെന്തുകൊണ്ടാണ് ഓരോന്ന് കർമ്മം ചെയ്യുന്നത്? പ്രാരബ്ധ അടിമയായ ജീവജാലങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് പരസ്പരം അവരെ പ്രാരബ്ധ കർമ്മങ്ങളുണ്ട്. പ്രാരബ്ധ കർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സൃഷ്ടിക്കുന്ന എന്തിനു വേണ്ടിയാണ്? കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. അത് ലോകാവസാനം വരെ ചിലപ്പോൾ കർമ്മം ചെയ്യാനുണ്ടാകും. അപ്പോൾ ഓരോ കാലത്തും ജനിപ്പിക്കും, ഓരോ കർമ്മം ചെയ്യുക. അതിനാണ് അവൻ്റെ പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രപഞ്ച സൃഷ്ടി സമയം മുതൽ നമ്മൾ ലോകാവസാനം വരെ എന്തെല്ലാം കർമ്മങ്ങൾ ഏതെല്ലാം കാലത്ത് ചെയ്യാനുണ്ടോ അതിനാണ് നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു തീർത്തേ പറ്റും. അപ്പോൾ ഓരോ കാലത്തിൽ നമ്മൾ ചെയ്യേണ്ട സമയമാകുമ്പോൾ നമ്മളെ ജനിപ്പിക്കും, നമ്മളെ കൊണ്ട് ആ കർമ്മം ചെയ്യും. ഈ കാലഘട്ടത്തിൽ കാട് വെട്ടിപ്പിക്കുകയാണെങ്കിൽ അടുത്ത കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ റോഡെല്ലാം ഉണ്ടായിട്ടുണ്ട്, റോഡ് താറ് ചെയ്യിപ്പിക്കുന്ന കുഴപ്പമില്ല. അങ്ങനെ കാലം മാറുന്നതനുസരിച്ച് നമ്മളെ ജനിപ്പിച്ചിട്ട് അതാണ് നമ്മുടെ പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത് തീർത്തേ പോകും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ പൊടി കാറ്റിൻ്റെ പിന്നാലെ പോകുന്നത് പോലെ
കാലചക്രത്തിൻ്റെ പിന്നാലെ, ആ ശക്തിയുടെ പിന്നാലെ നമ്മൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പോവുകയാണ്. ലോകം സൃഷ്ടിച്ചിട്ട് അവസാനം എത്തുന്നത് വരെ ആ കാലത്തിൻ്റെ പിന്നിൽ ആ ശക്തി അങ്ങനെ പോകുമ്പോൾ നമ്മളും അതിൻ്റെ പിന്നാലെ, കാറ്റിൻ്റെ പിന്നാലെ പൊടി പോകുന്നത് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ 21 പറയുന്നു, ആയുസ്സിൻ്റെ ഉയർച്ചയും തളർച്ചയും എല്ലാം അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമുക്ക് കുറേ കർമ്മം ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ദീർഘായുസ് തരും. കുറച്ച് കർമ്മം ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് തന്നെ തട്ടും. ജനിച്ചിട്ട് കുറച്ച് കർമ്മേ ബാക്കിയുള്ളതെങ്കിൽ കുറച്ച് കർമ്മം ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ തന്നെ തട്ടും. എല്ലാം കുറേ കാലം ചെയ്യിക്കാണ്ട് ഒരു 110 വയസ്സ് വരെ നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുണ്ടെങ്കിൽ നമുക്ക് ദീർഘായുസ്സും തരും. അപ്പം അങ്ങനെ അതെന്തിനു വേണ്ടിയാണ്? കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം കർമ്മത്തിനനുസരിച്ചാണ് നമുക്ക് ജീവൻ തരുന്നത് ആ ശക്തിവിശേഷം. എത്ര കാലം കർമ്മം ചെയ്യാനുണ്ടോ അതിനനുസരിച്ച് നമ്മളെ ജീവിപ്പിക്കും. എത്ര കുറച്ച് കാലമേ ഉള്ളൂ ആ കാലത്തിൽ അത് തട്ടുകയും ചെയ്യും. അങ്ങനെ നിന്റെ സഹോദരൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവന് കുറച്ച് കാലത്തെ കർമ്മയേ ഉള്ളൂ, അവൻ്റെ കർമ്മയെല്ലാം തീർന്നു, അതുകൊണ്ട് അവനെ അങ്ങ് എടുത്തിട്ട് ദൂരെ കളഞ്ഞു, അത്രയേ ഉള്ളൂ. എനിക്ക് എന്നും കുറേ കാലം ചെയ്യാനുണ്ട്, അതുകൊണ്ട് നിന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഈ അർത്ഥത്തിൽ എടുക്കണം. അല്ലാതെ ഇതെല്ലാം ശക്തി വിശേഷമാണ് ചെയ്യുന്നത്. എന്നിട്ട് 22 പറയാണ്, അതുകൊണ്ട് രാജാവ് ഈ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തിവിശേഷത്തെ, ഈശ്വരനെ ചിലവരെന്ത് പറയുന്നു? കർമ്മമാണ് ഈശ്വരൻ. നീ ചെയ്യുന്ന കർമ്മം തന്നെയാണ് ഈശ്വരൻ. ചിലവർ പറയുക സ്വഭാവമാണ് ഈശ്വരൻ എന്ന് പറയും. അത് ഒരാളുടെ വിവരമനുസരിച്ച് ചിലവർ കർമ്മമാണെന്ന് പറയും, ചിലവർ പറയുക കാണുന്ന സ്വഭാവങ്ങളല്ല ഈശ്വരനാണെന്ന്, ഇതിങ്ങനെ വെളുത്ത് കിടക്കുന്ന, ഇത് കറുത്ത് കിടക്കുന്ന അതെല്ലാം ഈശ്വരൻ്റെ മഹിമയാണെന്ന് പറയും. ചിലവർ പറയും കാലമാണ് ആ ശക്തിയെന്ന്, ചിലവർ അതിനെ ദൈവം എന്ന പേരിട്ട് വിളിക്കും, ചിലവർ കാമം എന്ന് പറയും. കാമം എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യരെ പുതിയ ജനിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷം. അല്ലെങ്കിൽ ചിലവർ പറയുന്ന കേട്ടില്ല, ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, ദൈവം ഈശ്വരൻ. അങ്ങനെ ഓരോ ആളും ഓരോന്ന് പറയും. എൻ്റെ 33 പറയുകയാണ്, വ്യക്തിപ്രഭാവം ഇല്ലാത്തവനാണ് അവന്. വ്യക്തിപ്രഭാവമൊന്നുമില്ല, മനുഷ്യരെ പോലെ കണ്ണു മൂക്കൊന്നും വെച്ചിട്ട് വരുന്നവനല്ല അവൻ. അവനൊരു സ്വഭാവ വിശേഷമില്ല, അവനൊരു ഗുണവുമില്ല. അവന് എല്ലാ പ്രമാണങ്ങൾക്കും അതീതനാണ്. ഈ ലോകത്തിലുള്ള എന്തെല്ലാം പ്രമാണങ്ങൾ, എന്തെല്ലാം സയൻസ് ഉണ്ടോ, മോഡേൺ സയൻസ് ഉണ്ടോ, അതിൽ നിന്നെല്ലാം അതീതനാണ്. എന്നാൽ മഹാതത്വങ്ങളുടെ എല്ലാ ഉൽപ്പത്തിക്ക് കാരണമായ സർവേശ്വരനെ സങ്കല്പത്തിലൂടെ മനസ്സിലാക്കുവാനൊന്നും ആർക്കും പറ്റില്ല. കാരണം അതിന് രൂപവും ഭാവമൊന്നുമില്ല. അതങ്ങനെയുള്ള സംഗതിനെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്? അപ്പം തനിക്ക് തന്നെ കാരണമായ തന്നെ ആർക്കാണ് പിന്നെ തിരിച്ചറിയാൻ പറ്റുക? താനെന്ന ചിന്തക്ക് പിന്നിൽ വർത്തിക്കുന്ന ആ ഞാൻ തന്നെയാണ്, ഉള്ളിലുള്ള ശക്തി തന്നെയാണ് ഞാനായിട്ട് പുറത്തു വരിക്കുന്നത്. അപ്പം ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷത്തെ പിന്നെ തിരിച്ചറിയാൻ ആർക്കാണ് പറ്റുക? അതുകൊണ്ട് പറയുകയാണ് പ്രിയപുത്ര, അതുകൊണ്ട് 24 പറയുകയാണ്, സഹോദരൻ്റെ ഘാതകന്മാരായിട്ടുള്ളത് ഈ യക്ഷന്മാരൊന്നുമല്ല, അവരെ കൊണ്ടല്ല ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. ആ യക്ഷന്മാരായി മാറിയത് ഈ ശക്തി തന്നെയാണ്, ഈ സഹോദരനായിട്ട് മാറിയത് ഈ ശക്തി തന്നെയാണ്. അത് തിരിച്ചറിയാൻ ഈ ഒരു ഇത് മനസ്സിലാക്കാൻ കുറേ പ്രയാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവരെ കൊണ്ട് ജയിപ്പിച്ചതും അതുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതും ആ ശക്തി വിശേഷമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരാളുടെ പിറവിക്കും അറുതിക്കും കാരണമാകുന്നത്, ഒരാൾ ജനിക്കുന്നതിനും അയാൾ മരിക്കുന്നതിനും കാരണമാകുന്നത് ആ ഈശ്വരൻ തന്നെയാണ്. അതിൻ്റെ പിന്നിൽ വേറെ ആരെയും പെടുത്തേണ്ട ആവശ്യം ഇല്ല. അവരുടെ പിന്നിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് ഈശ്വരൻ തന്നെയാണ്. എന്നിട്ട് 25 പറയുന്നു, നിൻ തിരുവള്ളി തന്നെയാണ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നത്,
സൃഷ്ടിച്ചിട്ട് ആവശ്യം വരെ അതിനെ സംരക്ഷിക്കുന്നതും ആ നിന്തിരുവടി തന്നെയാണ്. അവസാനം ആവശ്യം കഴിയുമ്പോൾ അതിനെ സംഭരിക്കുന്നതും ആ ശക്തി തന്നെയാണ്. അതേസമയം ആ ശക്തിക്ക് എന്തില്ല? ഞാനെന്ന ഭാവമില്ല. അതായത് മായയിലകപ്പെട്ട കക്ഷിയല്ല അത്. അതിന് ഞാനെന്നൊരു ചിന്ത വെച്ചിട്ടില്ല. അതിന് ഒരു ഗുണങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ആ ഗുണങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളുമായിട്ട്, ഈ ചെയ്യുന്ന കർമ്മവുമായിട്ട് അതിനൊരു ബന്ധവും ഇല്ല. എന്നിട്ട് പറയുകയാണ് 26 സർവലോകാത്മകവും, ഈ ലോകത്തിൻ്റെ മുഴുവൻ ആത്മാവ്, പ്ലാന്, പരമാത്മാവ്. അതാണ് ഈ ലോകം ഇങ്ങനെയെല്ലാം ഉണ്ടാകണമെന്നുള്ളൊരു പ്ലാൻ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാന് സർവലോകാത്മാവ്, സർവലോകത്തിൻ്റെ ആത്മാവ്, അതായത് പരമാത്മാവ്. ആ പ്ലാൻ അതാണ്. സർവനിയന്താതാവും, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും അതാണ്. സർവലോകത്തിൻ്റെയും ഉണ്ടാകുന്നതിൻ്റെ കാരണവും അതാണ്. ലോകം ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട്. അതിന് തോന്നി ഒരു ലോകം ഉണ്ടാക്കണമെന്ന്. അതിനനുസരിച്ചൊരു പ്ലാൻ ഉണ്ടാക്കി. എന്നിട്ട് അതിനനുസരിച്ച് എല്ലാം ഉണ്ടാക്കാനുള്ള വ്യവസ്ഥിതിയെല്ലാം ചെയ്തു. ഇവയെല്ലാം എങ്ങനെ ചെയ്തു? തൻ്റെ മായായ ശക്തിയാൽ, ഒരു മായ ഉണ്ടാക്കിയിട്ട്, നമ്മിൽ ഞാനെന്ന ഒരു ചിന്തയുണ്ടാക്കിയിട്ട്, ആ മായാ ശക്തിയാലാണ് സർവ്വലോകത്തെയും സൃഷ്ടിച്ചിട്ട് സംരക്ഷിച്ചിട്ട് സംഭരിക്കുന്നത്. അതുകൊണ്ട് 27 പറയുകയാണ്, വത്സ, അഭക്തർക്ക്, ഭക്തിയില്ലാത്ത ജനങ്ങൾക്ക് അത് മൃത്യുസ്വരൂപമാണ്. അത് യുക്തിവാദികള്, ഈശ്വരനില്ല എന്നെല്ലാം വിചാരിക്കുന്നവർക്ക്, അവർക്കുള്ള അത് മൃത്യുസ്വരൂപനാണ്. മൃത്യു എന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇവരെല്ലാം ഭയക്കുന്ന ഒരു ശക്തി ആ മൃത്യുവിനെയാണ്. ദൈവമില്ല എന്ന് പറയുന്നവരും മരണത്തെ ഭയക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ മൃത്യുസ്വരൂപനാണ്. ഭക്തർക്ക് അമൃതസ്വരൂപനാണ്. ലോകത്തിന് പരാശരഭൂതമാണ്. ആശ്രയിക്കാനുള്ള, ലോകം ആശ്രയിക്കുന്നത് ആ ശക്തിവിശേഷത്താണ്. ഈ ഈശ്വരനെ എന്ത് വേണം? അദൃഷ്ട കാരണമായിട്ട് കണക്കാക്കിക്കൊണ്ട് നീ എന്ത് ചെയ്യണം? നീ അതിനെ ശരണം പ്രാപിക്കണം. അങ്ങനെയൊന്നും ഉണ്ട് എന്നുള്ളതൊന്നും നീ അത് കാണാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള ഒരു സങ്കല്പത്തോടു കൂടി നീ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കാണാനൊന്നും പറ്റാത്ത ഒരു സംഗതിയാണ്, ഇത് കണ്ടിട്ടേ വിശ്വസിക്കുന്നുള്ള ചിന്തയൊന്നും വേണ്ട. അതിനെ അങ്ങനെ എന്തോ ഒന്നുണ്ട്, അദൃശ്യമായിട്ട് നിൽക്കുന്നുണ്ട്. ആ തരത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നീ അതിനെ ശരണം പ്രാപിക്കുക. ഏതുപോലെ? അതിനുള്ള ഉദാഹരണം പറയുകയാണ്. മറ്റുള്ള ദേവതകളെല്ലാം മൂക്കുകയറിട്ട കാളകളെപ്പോലെ മറ്റുള്ള സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശക്തിവിശേഷങ്ങളും എന്ത് ചെയ്യുന്നു? ഓരോ നാമങ്ങളിൽ ഇരുന്നു കൊണ്ട്, അപ്പോൾ പല ദേവതകൾ, മറ്റുള്ള ദേവതകളെല്ലാം ഉണ്ട്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, എല്ലാ ദേവതകളും പല നാമങ്ങളിൽ ഇരുന്നുകൊണ്ട്, പല പേരുകളിൽ നിന്നുകൊണ്ട് അവരുടേതായ ബലി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ ശക്തിക്കായിട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ചിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 28 29 പറയുകയാണ്, 5 വയസ്സായപ്പോൾ, നീ 5 വയസ്സുള്ളപ്പോൾ സപത്നി മാതാവിൻ്റെ വാക്കെല്ലാം കേട്ടിട്ട്, ആ വാക്ക് കേട്ടിട്ട് നിനക്ക് ദേഷ്യം വന്നു. അടക്കാൻ പറ്റാതെ ദേഷ്യം വന്നിട്ട് നീ എന്ത് ചെയ്തു? പെറ്റമ്മയെ പോലും വിട്ടിട്ട് കാട്ടിൽ പോയിട്ട് തപസ് ചെയ്തിട്ട് ആ ശ്രീഹരിയെ ആരാധിച്ചിട്ട് എല്ലാറ്റിനും 3 ലോകങ്ങൾക്കും അപ്പുറമുള്ള ആ ശക്തിയെ, സ്ഥാനത്തെ നീ പ്രാപിച്ചു. അത്രയും ഉയർന്നൊരു സ്ഥാനമാണ് നീ പ്രാപിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, യാതൊരാള് ഈ ദ്വയത്തെ വാസ്തവമായി കാണാതെ, എല്ലാം ദ്വയമായിട്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് മായയിലാണ്. ഒന്നും ദ്വയമായിട്ട് കാണരുത്. ഈ കാണുന്നതെല്ലാം ഏകമാണ്, ഏകമായ ബ്രഹ്മമാണ്. ആ ബ്രഹ്മമായി മാത്രം ധരിച്ചുകൊണ്ട് ഈ കാണുന്നതെല്ലാം, ദ്വയമായി കാണുന്നതെല്ലാം മിഥ്യയാണെന്ന് തോന്നുന്നവന് എന്തു പറ്റും? മറ്റുള്ളവരുടെ നേരെയുള്ള വൈരിയെല്ലാം വിട്ടൊഴിഞ്ഞ്, അപ്പം എനിക്ക് മറ്റുള്ളവരുടെ നേരെയുള്ള ദേഷ്യമെല്ലാം വിട്ടൊഴിഞ്ഞു. ഇതിനെയെല്ലാം കൊല്ലണം, എൻ്റെ
സഹോദരനെ കൊന്നവനാണ്, യക്ഷനാണ്, അതിനെല്ലാം അതെല്ലാം ആ വൈരിയെല്ലാം വിട്ടൊഴിഞ്ഞിട്ട് ഗുണങ്ങളെല്ലാം ഗുണസ്വഭാവങ്ങൾ പല ഗുണങ്ങളായിട്ട് കാണുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് ചക്കയാണ്, മാങ്ങയാണ്, ഇത് നല്ല കാണാൻ ഭംഗിയുണ്ട്, ഇത് കാണാൻ കൊള്ളില്ല, ഇങ്ങനെയെല്ലാം ആ ഗുണങ്ങളുണ്ടല്ലോ, ഗുണങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് അദ്വിതീയനായ ഏകമായ അത് ഒറ്റൊന്നിയുള്ള ബ്രഹ്മം, അവിനാശിയായ അതിനൊരിക്കലും നാശമില്ലാതായ ആ ആത്മസ്വരൂപത്തിൽ, നിന്റെ ഉള്ളിലുള്ള ആ ആത്മസ്വരൂപത്തെ, ഏകമായ ആ ശക്തിവിശേഷത്തെ, ഏകമായ ആ ബ്രഹ്മത്തെ നീ അന്ധകരണത്തിലൂടെ അന്തർമുഖനായിക്കൊണ്ട് ഉള്ളിൽ നിന്റെ മനസ്സിനെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചുകൊണ്ട് നീ എന്ത് വേണം, എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കണം. എന്നിട്ട് 30 പറയുകയാണ്, അപ്പോൾ അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ നീ ഉള്ളിൽ തന്നെ അന്തർമുഖനായിട്ട് ആ ബ്രഹ്മത്തെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നീ എന്ത് പറയും, കാണും എല്ലാറ്റിൻ്റെ ഉള്ളിലും വിലസുന്ന ആ ശക്തിവിശേഷം. എല്ലാത്തിലും ആ ഒരൊറ്റ ശക്തിയുള്ളൂ, അതിനെന്തില്ല, അവസാനമില്ല. പിന്നെ അത് കേവല ആനന്ദമാണ്. അതൊരു മനസ്സിൻ്റെ ഒരു ആനന്ദമായ ഒരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയുള്ള ഭക്തി ലക്ഷണത്തോടുകൂടി കഴിയുമ്പോൾ എന്ത് പറ്റും, ഞാൻ എൻ്റേത് എന്നുള്ള അജ്ഞാനം കൊണ്ടുള്ള കെട്ടുകൾ, ഞാനാണ്, ഇതെൻ്റേതാണ്, അതെൻ്റേതല്ല, മറ്റേതെൻ്റേതാണ്, ഇങ്ങനെയുള്ള ബന്ധനം, ആ കെട്ടുകൾ താനേ അപ്പോൾ എന്ത് ചെയ്യും, പൊട്ടിപ്പോകും. കെട്ടുകളെല്ലാം മെല്ലെ മെല്ലെ അറുത്തുവിടും. പിന്നെ എന്തില്ല, ഞാനുമില്ല, മറ്റേതുമില്ല, എല്ലാം ഒന്നേ ഉള്ളൂ, ആ ബ്രഹ്മം മാത്രം. നമ്മളൊന്നും കാണാൻ പോകുന്നില്ല. ആ അവസ്ഥയിലെത്തുമ്പോൾ കണ്ണുകളെല്ലാം പ്രവർത്തിക്കില്ല, നമ്മുടെ മനസ്സ് മാത്രം ഏകാഗ്രമായ ഒരു സുഖനിദ്രയിൽ എന്ന പോലെ അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് 31 എന്ത് പറയുന്നു, നമ്മളുടെ വിരോധിയായ, അപ്പം ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിന് നമുക്ക് വിരോധമായി തീരുന്നത് എന്താണ്, കോപത്തെ. അപ്പം നിന്നിലുള്ള ഈ കോപത്തെ മരുന്നുകൊണ്ട് രോഗത്തെ ഇല്ലായ്മ ചെയ്യുന്നത് പോലെ തത്വോപദേശത്താൽ ഈ ഉപദേശിച്ച തന്ന തത്വങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിയന്ത്രിക്കുക. നീ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അപ്പം നിനക്കെന്ത് പറ്റും, നന്മ വരും. അതുകൊണ്ട് 32 പറയുകയാണ്, ക്ഷേമം ആഗ്രഹിക്കുന്ന വിവേകശാലികൾ. അപ്പം ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേരെ ഉണ്ടാകുന്ന ഏതെങ്കിലും കോപത്തിന് ഒരിക്കലും അടിമപ്പെടാൻ പാടില്ല. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കോപത്തിലാകപ്പെടാതെ പിടിച്ചു നിൽക്കണം. അതിനെ നിസ്സാരമായി കരുതണം. ആര് എന്ത് പ്രവൃത്തി, എത്ര നീച പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും കോപത്തെ നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കണം. ആരാണത് നിയന്ത്രിക്കേണ്ടത്, ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്നവരല്ല, നമ്മളല്ല. ഇതിൻ്റെ 33 പറയുകയാണ്, സഹോദരനെ വധിച്ച കോപം കൊണ്ടാണ് നീ യക്ഷന്മാരെയെല്ലാം വധിച്ചത്. യഥാർത്ഥത്തിൽ ഈ യക്ഷന്മാർ ആരാണ്, ശിവന്റെ ഉറ്റ സുഹൃത്തായ കുബേരനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം കുബേരൻ എന്ന് പറയുന്ന സൗഭാഗ്യത്തിൻ്റെ പിന്നിലെല്ലാം പ്രേരക ശക്തികളായിട്ട് വർത്തിക്കുന്ന ശക്തിയാണ് ഈ യക്ഷൻ എന്നെല്ലാം കാണുന്നത്. അപ്പോൾ ഇത് ആരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്, ശിവന്റെ സംഹാരമൂർത്തിയുടെ ഉറ്റമിത്രത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് 34 പറയാണ്, പുത്ര നീ എന്ത് ചെയ്യണം, നിന്റെ മഹാത്മാക്കളുടെ ദിവ്യരായ മഹാത്മാക്കളുടെ കോപം കൊണ്ട് നിന്റെ വംശം തന്നെ നശിക്കാൻ പോകുന്നതിനെക്കാട്ടി മുമ്പിൽ തന്നെ നീ പോയിട്ട് അവരെ തൃപ്തിപ്പെടുത്തുക. ആ കുബേരൻ്റെ എല്ലാം വംശത്തിൽപ്പെട്ടത്, കുബേരൻ ആരാണെന്നല്ല നമുക്ക് പിന്നെ വേദത്തിലൂടെ കാണാം. അതായത് ഇവിടെ സൗഭാഗ്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി എന്നെല്ലാം പറയുന്ന പോലെ കുബേരനെയും സൗഭാഗ്യത്തിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ശക്തി വിശേഷമായിട്ട് കാണണം. അതൊന്നും ഒരു രൂപത്തിലൊന്നും കാണരുത്. ഇതെല്ലാം ചില പ്രേരക ശക്തികളാണ്.
അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ യക്ഷന്മാരെല്ലാം. അപ്പോൾ അവരെ കോപം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നിന്റെ വംശം തന്നെ നശിച്ചു പോകും. അവരോടാണ് നീ ഈ അതിക്രമം കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവരെ നിന്റെ വംശം നശിപ്പിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ നീ പോയിട്ട് അവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ 35 മനു എന്ത് ചെയ്തു? ഈ ധ്രുവന് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുത്തതിൻ്റെ ശേഷം അവനെ അനുഗ്രഹിച്ചിട്ട് മറ്റുള്ള മുനിമാരോടൊത്ത് തൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു പോയി.